ഹലോ കൂട്ടുകാരെ, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെയുള്ള ആൾക്കാർ കൂടുതലും ചെയ്തിരുന്ന ഒരു കറിയാണ്. അതായത് ഉണക്ക മീനും ചക്കക്കുരു കൂടെയുള്ള ഒരു തോരനാണ്. ഇത് പൊട്ട് ചക്കക്കുരു, അതായത് വിളഞ്ഞ ചക്കക്കുരുയുടെ പൊട്ട് ചക്കക്കുരുവാണ് ഇത്. അത് നമുക്ക് കുഞ്ഞു കുരുകുരാന്നരിയണം. അത് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരണം. പിന്നെ നമുക്ക് വേണ്ടത് ഉണക്ക മീനാണ് വേണ്ടിയത്. അപ്പോൾ ഉണക്കമീൻ എന്ന് പറയുന്നത് ചെറിയ മീൻ, നമുക്കിഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉണക്ക മീനാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഉണക്കമീൻ ഇഷ്ടമാണ്. ഉണക്കമീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും. നമ്മൾ ഉണക്കമീനും ചക്കക്കുരു ഒക്കെ ചാറ് വെക്കുമല്ലോ, അതുപോലെ തന്നെ ഇത് നമ്മൾ ചക്കക്കുരു ഇട്ട് തോരൻ വെക്കുക. അതായത് ചിലർ പറ്റിക്കുക എന്ന് പറയും, നമ്മുടെ ഇവിടെയൊക്കെ പറ്റിക്കുക എന്ന് പറയും. പിന്നെ ആരെയും പറ്റിക്കുമല്ല, പക്ഷേ തോരൻ വെക്കുന്നതെന്ന് ചിലർ പറയുന്നത്. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഇത് ഞാൻ അരിയുന്ന സമയത്ത് ഞാൻ അത്ര നേരം മാത്രമേ ഈ ഉണക്കമീൻ വെള്ളത്തിലിട്ടിട്ടുള്ളൂ. അപ്പോൾ വെള്ളത്തിലിട്ട് അത് നമുക്ക് വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പം ഞാൻ ചക്കക്കുരു കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കത് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് നെകക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പ് വെച്ചൊന്ന് വേവിക്കണം. എന്നിട്ട് പിന്നീടാണ് നമ്മൾ മീനൊക്കെ ചേർക്കുന്നത്. അപ്പോൾ മീൻ ചേർക്കുമ്പോൾ നമുക്ക് അരപ്പും മീനും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചേർക്കാം. ഇപ്പം നമുക്കിത് ചട്ടിക്കകത്തെടുത്ത് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അരയ്ക്കാനുള്ള എടുക്കാം. ഒരു 5-8 പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, 2-3 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനൊരു 3/4 പാത്രത്തോളം തേങ്ങയാണ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നതാണ്. അത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ അതിനിടയ്ക്ക് ഞാൻ മീൻ വെട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഇത് നേരത്തെ അങ്ങിട്ട് ചക്കക്കുരു വെന്ത് കിടക്കുവാണ്. അപ്പം ചക്കക്കുരുവിനകത്തോട്ട് ഇട്ട് വെച്ചിട്ട് ഇതങ്ങ് മാറ്റി വെച്ചേക്കാമല്ലോ എന്നോർത്ത് ഞാനതെടുത്തങ്ങ് ചക്കക്കുരുവിനകത്തോട്ട് നമ്മൾ മീനെടുത്തിട്ടു. അപ്പം ചക്കക്കുരു നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഇതായതുകൊണ്ട് പൊട്ടുകുരു ആയതുകൊണ്ട് അങ്ങ് ഉടഞ്ഞു പോകത്തില്ല. പിന്നെ നമുക്ക് ഇത് ആദ്യമേ ക്രഷ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ നമ്മൾ അത്രയും ക്രഷ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നിറച്ച് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചെടുത്ത് ആ ചക്കക്കുരുവിനകത്തോട്ട് ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്തിട്ട് കട്ട് ചെയ്ത് ഇടാം. വലിയ അരയ്ക്കാൻ ഇട കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിതെടുത്ത് മാറ്റി. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആദ്യമേ പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് ആ സവാള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കതിനകത്തിട്ട് കൊടുക്കാം. ആ സവാളയും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ അതിനകത്തിട്ട് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, നികക്കല്ല, എൻ്റെ കുറച്ച് താഴെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്ക് ഒന്ന് ക്രഷ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് കറങ്ങത്തില്ല, വലിയ പാടായിരിക്കും. അപ്പം ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടണം, മറന്നുപോയി. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇടാനുള്ള പുളിയാണിത്. ഇത്രയും പുളി എടുത്ത് 2 ചെറിയ കഷ്ണം പുളി ഞാനെടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമുക്ക് ക്രഷ് ചെയ്തുകൊണ്ട് വന്ന സാധനം ഇതെടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് അരപ്പെടുത്തിട്ടിട്ട് ഉപ്പൊന്നും ചേർക്കണ്ടല്ലോ, ഉണക്കമീൻ ആയതുകൊണ്ട് ഉപ്പ് അതിനകത്തുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒരു കളർ കുറവാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തത് നമ്മൾ പൊടിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടിയായിരുന്നു, കളർ കുറവാണ്. ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പ് വെച്ച് ഇനി വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് നമ്മൾ അരയ്ക്കാൻ കറിവേപ്പില കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പം അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതാണ്. ഇത് കൂട്ടി ചോറൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. നമുക്ക് വയറ് ഫുള്ളാകും. എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ തിളച്ച് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ